ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. കുമ്പളങ്ങ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓലൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. പലരും പല രീതിയിലായിരിക്കാം ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്പളങ്ങ എടുത്ത്, വാടിയ കുമ്പളങ്ങയൊക്കെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുമ്പളങ്ങ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള നടുഭാഗത്തുള്ള കുരുവിൻ്റെ ആ ഒരു ഭാഗമല്ലേ, അത് മുഴുവനായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വളരെ നൈസായിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കുമ്പളങ്ങ കറി. അപ്പം നന്നായിട്ട് കുക്കാവുകയും അതുപോലെ ഉള്ളിലോട്ട് നന്നായിട്ട് എരിവും ആ ഉപ്പുമൊക്കെ നന്നായി പിടിച്ച് നല്ല രസമായിരിക്കും. വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് നമ്മൾ കുമ്പളങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടി നന്നായി കഴുകി നമുക്ക് വെള്ളം വാർത്ത് ഏത് പാത്രത്തിലാണോ കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുമ്പളങ്ങയൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില, അതുപോലെ ഒരു 4 ചുവന്നുള്ളി ചെറുതായി നുറുക്കിയത് കട്ട് ചെയ്തത്, പിന്നെ ഒരു 5 പച്ചമുളക്, ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ വെച്ചൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കാം. കുമ്പളങ്ങയിൽ എല്ലാ ഭാഗത്തേക്കും ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-ാം പാൽ, കട്ടി കുറഞ്ഞ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ആ എടുത്തിട്ടുള്ള കുമ്പളങ്ങയുടെ ഒപ്പത്തിന് നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 2-ാം പാൽ അതിൻ്റെ ഒപ്പത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ ഒഴിച്ചത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ സൈഡ് ഭാഗത്ത് ഒരു ലേശം മാത്രം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പോളം 1-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിപ്പാൽ വേണം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ 1-ാം പാൽ ചേർത്തതല്ലേ, ഇനി വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ 1/4 ഭാഗം പണി കഴിഞ്ഞു. പിന്നെ കറി ഒന്ന് താളിച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ കറിയൊക്കെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി അവിടെ സ്റ്റവിൽ നിന്നും മാറ്റിയിട്ട് കറി താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 6 ചുവന്നുള്ളിയും ഇട്ടിട്ട്, ചുവന്നുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ താളിപ്പ് നമ്മുടെ കറിയുടെ മുകളിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുമ്പളങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ നാളികേരപ്പാലിൻ്റെ ഒരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പിന്നെ നമുക്കിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ള ഓലൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.